എവിടെ പോകുന്നു മേഡം? നിയമസഭ കാണാൻ. ഗേറ്റ് വഴി, അപ്പുറത്തെ ഗേറ്റ് വഴി പോകാം. മ്യൂസിയം പോവുകയാണെങ്കിൽ ഒരു പാസും കൂടി എടുക്കണേ. അപ്പോൾ മേഡത്തിൻ്റെ ബാഗ്, ഫോണ് എല്ലാം ഇവിടെ വെക്കണം. ഫോണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹായ് മേരി. ഹായ് ഡി, നിനക്ക് ഒരു മാറ്റമില്ലല്ലേടി? എന്നെ കണ്ട വിശേഷം? സുഖല്ലേ? പിന്നെ ഫോണൊക്കെ അവിടെ മേടിച്ചു വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നീ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും. എനിക്കറിയാം നീ റിസപ്ഷൻ തന്നെ ഉണ്ടാവുന്നത്. ഇത് നിയമസഭയാണ് മോളെ, പെട്ടെന്നൊന്നും ഇങ്ങനെ കയറാനൊന്നും പറ്റില്ല. എന്നാൽ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് നിയമസഭ ഹാൾ കാണാൻ പോയാലോ? അതിന് താഴെ ഒരു വാതിലുണ്ട്. ആ വാതിൽ കൂടിയാണ് സഭാ സമ്മേളന സമയത്ത് മുഖ്യമന്ത്രി കടന്നു വരുന്നത്. ഈ വശത്ത് ഒരു ക്ലോക്ക് ഉണ്ട്, അവിടെ ഒരു വാതിലുണ്ട്. ആ വാതിൽ എനിക്ക് തിരക്കാണെന്നല്ലേ പറഞ്ഞത്, ലേറ്റ് ആവില്ലല്ലോ അല്ലേ? അതാ നല്ല തിരക്കാണ്. നിയമസഭാ പുസ്തകോത്സവം വരെ അല്ലേ? അടുത്ത മാസം 7 മുതൽ 13 വരെ നിയമസഭാ പുസ്തകോത്സവം. ആണോ? ഒരു എങ്ങനെയുണ്ടായിരുന്നു? ബുക്ക് തപ്പി വന്നതാ, ബുക്ക് മേടിച്ച് തിരിച്ചു പോയി. പരിപാടി ഒന്നും കാണാൻ പറ്റില്ല. ബുക്ക് ഫെസ്റ്റിവൽ വന്നാലുണ്ടല്ലോ, എന്തോ അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. അന്ന് ഈ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. തനിക്ക് ഏത് ഗേറ്റ് വേണമെങ്കിലും വരാം. ഫോണൊക്കെ കയറ്റി വിടുവാത്തേക്ക്? ഫോൺ എടുക്കാം ഉറപ്പായിട്ട്. ഫോട്ടോ എടുത്തിട്ടുണ്ടോ? അസംബ്ലി ഹോളും മ്യൂസിയം ഒഴികെ എവിടെ നിന്നാണ് എടുക്കാം. ഇഷ്ടംപോലെ മെഗാ ഷോ. താൻ തെയ്യം കണ്ടുണ്ടോ ലൈവായിട്ട്? ഇല്ല. എന്നാൽ അതിനുള്ള അവസരമുണ്ട് കേട്ടോ. പുസ്തകം തെയ്യം ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാം. ഹലോ, ഇതെത്തി. ഒരു 5 മിനിറ്റ്. ഓക്കെ എടാ, എനിക്ക് കോൾ വന്നടാ. ചായ കുടിക്കണ്ടേ? ചായ ഒന്നും വേണ്ട, ഇനിയിപ്പോൾ സമയമില്ല. നീ റിസപ്ഷനിൽ ബാഗ് എടുത്ത് പോയില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമുക്ക് പിന്നെ പുസ്തകത്തിൽ കാണാം. ഓക്കെ, ബൈ. ബൈ.